നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സങ്കീർത്തനങ്ങളിലെ ഏറ്റവും ശക്തമായ ഒരധ്യായമാണ് 2-ാം സങ്കീർത്തനം. ദൈവിക അധികാരത്തിനെതിരെ മനുഷ്യൻ നടത്തുന്ന കലഹവും അതിന് സ്വർഗം നൽകുന്ന മറുപടിയും അതാണ് ഇതിലെ പ്രധാന വിഷയം. ഈ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്നൊരു ചോദ്യത്തോടെയാണ്. ജാതികൾ എന്തിനാണിങ്ങനെ കലഹിക്കുന്നത്? ഈ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ വരാനിരിക്കുന്നൊരു വലിയ പോരാട്ടത്തിന്റെ സൂചനയുണ്ട്. ആരാണ് ഈ കലഹമുണ്ടാക്കുന്നത്? എന്തിനുവേണ്ടി അവരിങ്ങനെ ബഹളം വെക്കുന്നത്? നമുക്കിതിന്റെ ഉത്തരം കണ്ടെത്താം. അപ്പോൾ ഈ സങ്കീർത്തനത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇതിന്റെ ഒരു പശ്ചാത്തലം നോക്കാം. ഇതിനെ ഒരു രാജകീയ സങ്കീർത്തനമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ രാജാവിനെയും രാജത്വത്തെയും കുറിച്ചുള്ള സങ്കീർത്തനമാണിത്. അതായത് ദൈവം തന്നെ നേരിട്ട് തിരഞ്ഞെടുത്ത് നിയമിക്കുന്ന ഒരു രാജാവിനെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ചും സംസാരിക്കുന്നവ. 2-ാം സങ്കീർത്തനം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ ആരാണ് ഇതെഴുതിയത് എന്നൊരു ചോദ്യം വരാമല്ലേ? അത് മറ്റാരുമല്ല, ദാവീദ് രാജാവാണ്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സങ്കീർത്തനത്തിൽ ദാവീദിന്റെ പേര് നേരിട്ട് പറയുന്നില്ല. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളിൽ ഇത് ദാവീദ് എഴുതിയതാണെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പം അതിനൊരു ചരിത്രപരമായ ബലം വരുന്നുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഈ സങ്കീർത്തനത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, ഇത് ദാവീദ് രാജാവിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ചും സംസാരിക്കുന്നു. അത് ചരിത്രം. പക്ഷേ അതിലും ആഴത്തിൽ ഇതൊരു പ്രവചനമാണ്. ആരെക്കുറിച്ചാണെന്നോ? വരാനിരിക്കുന്ന യഥാർത്ഥ രാജാവായ യേശുക്രിസ്തുവിനെക്കുറിച്ച്. യേശുവിന്റെ അധികാരവും രാജത്വവുമെല്ലാം ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സങ്കീർത്തനത്തിന്റെ കാതലിലേക്ക് കിടക്കാം. ഒരു വശത്ത് ലോകം മുഴുവൻ കലഹിക്കുന്നു, മറുവശത്ത് ദൈവം അതിന് മറുപടി കൊടുക്കുന്നു. എന്തായിരിക്കും ഈ ഏറ്റുമുട്ടലിന്റെ ഫലം? നമുക്ക് നോക്കാം. ഇത് നോക്കിക്കേ, എന്തൊരു വ്യത്യാസമാണ്. ഭൂമിയിലെ മനുഷ്യര്, രാജാക്കന്മാരൊക്കെ ചേർന്ന് ദൈവത്തിനെതിരെ പ്ലാൻ ചെയ്യുന്നു. അവർക്ക് ദൈവത്തിന്റെ നിയമങ്ങളൊക്കെ ഒരു ഭാരമാണ്, ഒരു ചങ്ങല പോലെ. എന്നാൽ സ്വർഗത്തിൽ എന്താ സംഭവിക്കുന്നത്? ദൈവം പേടിച്ചിരിക്കുവാണോ? അല്ല. ദൈവം ഇതൊക്കെ കണ്ട് ചിരിക്കുവാണ്. കാരണം മനുഷ്യരുടെ ഈ ചെറിയ കളികളൊന്നും ദൈവത്തിന് ഒരു വിഷയമേ അല്ല. ദൈവം ഓൾറെഡി തന്റെ രാജാവിനെ സിയോണിൽ വാഴിച്ചു കഴിഞ്ഞു. കളി കഴിഞ്ഞു. അപ്പോ ദൈവത്തിന്റെ മറുപടി വെറുമൊരു ചിരി മാത്രമല്ല, അതിനപ്പുറം ദൈവം തന്റെ പരിഹാരം പ്രഖ്യാപിക്കുക. എന്താണ് പരിഹാരം? തന്റെ പുത്രന്റെ അധികാരം. ആ അധികാരത്തെക്കുറിച്ചാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമിതാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. സ്വർഗം നേരിട്ട് സംസാരിക്കുകയാണ്. നീ എന്റെ മകനാണ്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. ഇതൊരു സാധാരണ വാക്കല്ല. പിതാവായ ദൈവം പുത്രന് സർവ്വധികാരവും കൈമാറുന്ന പ്രഖ്യാപനമാണിത്. ചരിത്രത്തിലുടനീളം മാറ്റൊലിക്കൊള്ളുന്ന വാക്കുകൾ. അപ്പോൾ ഈ പ്രഖ്യാപനം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ രാജാവിന്, അതായത് പുത്രന്, ലോകം മുഴുവനൊരു അവകാശമായി കിട്ടുകയാണ്. എല്ലാ രാജ്യങ്ങളും ജനങ്ങളും അവന്റെ കീഴിൽ വരും. ആരെങ്കിലും എതിർക്കാൻ നിന്നാലോ? അവരെയൊക്കെ ഒരു മൺപാത്രം ഉടയ്ക്കുന്ന ലാഘവത്തോടെ തകർക്കാനുള്ള അധികാരവും അവനുണ്ട്. ഇത് വെറും പവറല്ല, ആബ്സല്യൂട്ട് അതോറിറ്റിയാണ്. ഓക്കെ, അപ്പോൾ സ്വർഗത്തിലെ പ്രഖ്യാപനം നമ്മൾ കേട്ടു. ഇനി സങ്കീർത്തനം വീണ്ടും ഭൂമിയിലേക്ക് വരികയാണ്. ആർക്കുവേണ്ടി? ഇവിടുത്തെ രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പുമായി. ഇതിലെ മെസ്സേജ് വളരെ ക്ലിയറാണ്, അല്ലേ? ഭരണാധികാരികളെ, കുറച്ച് വിവേകം കാണിക്കൂ. ദൈവത്തെ വെറുതെ സേവിച്ചാൽ പോരാ, ഭയത്തോടും വിറയലോടും കൂടെ സേവിക്കണം. ശരിക്കും ദൈവത്തിന്റെ ശക്തിക്ക് മുന്നിൽ നമ്മുടെയൊക്കെ അഹങ്കാരം ഒന്നുമല്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണിവിടെ. യഥാർത്ഥ ജ്ഞാനം തുടങ്ങുന്നത് തന്നെ ദൈവത്തെ അംഗീകരിക്കുന്നതിലാണ്. അടുത്തതായി വരുന്ന കൽപ്പന കുറച്ചുകൂടി സവിശേഷമാണ്. കുമാരനെ ചുംബിപ്പിൻ. നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരു സ്നേഹപ്രകടനമല്ല ഇത്. പണ്ടുകാലത്ത് ഒരു രാജാവിനോടുള്ള പൂർണ്ണമായ വിധേയത്വം കാണിക്കാനുള്ള ഏറ്റവും വലിയ അടയാളമായിരുന്നു ഇത്. രാജാവിനെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ഞാൻ അങ്ങേക്ക് കീഴടങ്ങുന്നു, അങ്ങാണ് എൻ്റെ അധികാരി. അപ്പോൾ കുമാരനെ ചുംബിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശരിക്കും ചെയ്യുന്നത്? 3 കാര്യങ്ങളാണ്. 1, അനുസരണം. നമ്മൾ പറയാണ്, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന്. 2, വിനയം. എൻ്റെ കഴിവിലല്ല, നിന്നിലാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്ന് സമ്മതിക്കുകയാണ്. പിന്നെ 3-ാമത്തത് വിശ്വാസം. നീയാണ് എൻ്റെ ഒരേയൊരു രാജാവ്, എൻ്റെ രക്ഷകൻ എന്നുറച്ചു വിശ്വസിക്കുക. അപ്പോൾ നോക്കൂ, നമ്മൾ തുടങ്ങിയത് ഒരു വലിയ കലഹത്തിൽ നിന്നാണ്. പിന്നെ ഒരു മുന്നറിയിപ്പ് കണ്ടു. എന്നാൽ ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് ഭയത്തിലല്ല, മറിച്ച് വലിയൊരു വാഗ്ദാനത്തിലാണ്. യഥാർത്ഥ സന്തോഷം എവിടെയാണെന്ന് പറഞ്ഞു തരുന്നൊരു ഭാഗം. ഇവിടെയാണ് ഈ സങ്കീർത്തനം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നത്. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്.
എന്റെ ജീവിതത്തെ ശരിക്കും ഭരിക്കുന്നത് ആരാണ്? എന്റെ ഇഷ്ടങ്ങളാണോ, മറ്റുള്ളവരെന്തു വിചാരിക്കും എന്ന ചിന്തയാണോ, അതോ ദൈവത്തിന്റെ പുത്രനാണോ? ഞാൻ എന്റെ സുരക്ഷ എവിടെയാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും, ആരൊക്കെ വന്നാലും പോയാലും നമുക്ക് തകർക്കാൻ പറ്റാത്ത ഒരേ ഒരു സുരക്ഷിതത്വം ക്രിസ്തുവിൽ മാത്രമാണ്. ഏത് കൊടുങ്കാറ്റിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പാറ അവനാണ്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഇത്രയും മനോഹരമായൊരു വാഗ്ദാനത്തോടെ അവസാനിക്കുന്നത്. അവനിൽ അഭയം പ്രാപിക്കുന്നവരെല്ലാവരും ഭാഗ്യവാന്മാർ. ചുറ്റും എത്ര ബഹളങ്ങളും കലഹങ്ങളും ഉണ്ടായാലും ഈ വാഗ്ദാനം എപ്പോഴും സത്യമായി നിലനിൽക്കും, അല്ലേ? ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. രാജാക്കന്മാരുടെ എല്ലാം രാജാവിൽ അഭയം കണ്ടെത്തുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെയുണ്ടോ?